വരുന്ന ജൂൺ 5 വെള്ളിയാഴ്ച ലോക പരിസ്ഥിതി ദിനത്തിൽ കൃഷി വകുപ്പ് നടത്തുന്ന പദ്ധതികളും പരിപാടികളും ഓണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കാണുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം ഔദ്യോഗികമായിട്ടുള്ള സന്ദേശം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നുള്ളതാണ്. ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. പ്രകൃതിദത്ത കാർഷിക പരിഹാര മാർഗങ്ങളിലൂടെ കാലാവസ്ഥ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളി ആവുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കൃഷി വകുപ്പ് ഇവിടെ ഏറ്റെടുക്കുന്നത്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാ മേഖലകളിലും നേരിടുന്ന ഒരു മേഖലയാണ് നമ്മുടെ കേരളം. ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. കാർഷിക പാരിസ്ഥിതിക മേഖലയുമായി പരസ്പരമുള്ളതായിരിക്കുന്ന ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഈ ദിവസത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾക്ക് കൃഷി വകുപ്പ് നേതൃത്വം കൊടുക്കുകയാണ്. ഭൗമ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരായിട്ടുള്ള കാർഷിക ഹരിത പ്രതിരോധമാണ് 5-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. കൃഷിയിലൂടെ ഈ പ്രതിരോധം വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളും കർഷകരും കൃഷി വകുപ്പും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എല്ലാവരും ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വരും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈ പ്രമേയത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കൃഷി വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിലാദ്യപടിയായി സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കുകയും ആ കാർഷിക ക്ലബ്ബുകൾക്ക് ഓരോ സ്കൂളുകളിലും നോഡൽ ടീച്ചർമാരെ വയ്ക്കാനും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റി എല്ലാ സ്കൂളുകളിലും ക്രമീകരിക്കാനുമുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഈ ദിവസം ജൂൺ 5 വെള്ളിയാഴ്ച കാലത്ത് 10:30 മണിക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിക്ക് ഫലവൃക്ഷ തൈ നടൽ പദ്ധതിയും കുട്ടിക്കർഷകരെ ആദരിക്കുന്ന ചടങ്ങും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും ഉൾപ്പെടെ വിവിധ പദ്ധതികളോടുകൂടി സെക്രട്ടേറിയറ്റ് അങ്കണത്തിലും കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കാലത്ത് 10:30 മണിക്ക് സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ 2 പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഒന്ന്, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചതായ ഫലവൃക്ഷ തൈ നടലും അതോടൊപ്പം വിദ്യാർത്ഥികളെ ആദരിക്കലും പരിസ്ഥിതി ദിന സന്ദേശവും അദ്ദേഹം കൈമാറും. വിദ്യാർത്ഥികളുടെ ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്
കതിര് എന്നാണ്. കതിരിൻ്റെ ഫുൾ ഫോം കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് കതിര് എന്നുള്ളതിൻ്റെ വിപുലീകരണം. പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പദ്ധതി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന ഓണത്തിന് ആവശ്യമായിട്ടുള്ള പഴം പച്ചക്കറികൾ അത് ക്രമീകരിക്കാനുള്ള നടപടികളാണ്. ഒരുക്കാം വിളവിൻ്റെ വിസ്മയം 2026 എന്ന സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപാദന യജ്ഞം വളരെ നല്ല രീതിയിൽ തുടങ്ങാനുള്ള നടപടികൾക്കും നേതൃത്വം കൊടുക്കുകയാണ്. ഈ പരിപാടികളിലേക്ക് നിങ്ങളെയൊക്കെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ പ്രസ് നോട്ട് നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് കൈമാറും. ഇതിലൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിലെ നെൽകർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ അഡ്രസ്സ് ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നെല്ല് സംഭരണത്തിൻ്റെ പ്രശ്നം നേരത്തെ അഡ്രസ്സ് ചെയ്തു. PRS ഇഷ്യൂ പരിഹരിച്ചു. അതിൻ്റെ നടപടികളും പുരോഗമിക്കുന്നു. നെൽകർഷകർക്ക് പണം ലഭ്യമാകാനുള്ള നടപടിയുടെ മീറ്റിംഗ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററും അതുപോലെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്ററുടെ കൂടെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M. ലിജു അടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ബാങ്കിംഗ് പ്രതിനിധികളും എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് പണം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്.